ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിശാഖപട്ടണം സിറ്റിയുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ മുന്നിലൂടെയുള്ള അതിമനോഹരമായ കാഴ്ചകളും വിവരണങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശാഖപട്ടണം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള പെദ്ദവാൾട്ടയർ എന്ന സ്ഥലത്ത് നിന്നും തിരിച്ച് ഞങ്ങളുടെ താമസ സ്ഥലത്തേക്കുള്ള യാത്രയാണിത്. ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്നും പെദ്ദവാൾട്ടയറിലേക്കുള്ള ദൂരം 24 കിലോമീറ്ററാണ്. പെദ്ദവാൾട്ടയർ കഴിഞ്ഞ് നമ്മൾ സിരിപുരത്തേക്ക് എത്തിച്ചേർന്നു. പെദ്ദവാൾട്ടയർ എന്ന സ്ഥലപ്പേരിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചോട്ടെ. വിശാഖപട്ടണത്തിൻ്റെ പഴയ പേരാണ് വാൾട്ടയർ. ബ്രിട്ടീഷുകാരാണ് ഈ പേരിട്ടത്. വാൾട്ടയർ എന്ന സ്ഥലം ചിന്ന വാൾട്ടയർ, പെദ്ദവാൾട്ടയർ അങ്ങനെ 2 സ്ഥലമായി പിന്നീട് മാറുകയുണ്ടായി. പെദ്ദ എന്ന വാക്കിനർത്ഥം വലുത്, ചിന്ന എന്ന വാക്കിനർത്ഥം ചെറുത്. അങ്ങനെ വലിയ വാൾട്ടയറും ചെറിയ വാൾട്ടയറും ഉണ്ടായി. ഇപ്പോൾ നമ്മൾ പോകുന്നത് സിരിപുരം എന്ന സ്ഥലത്തൂടെയാണ്. ഇത് കഴിഞ്ഞ് വരുന്നതാണ് അസിൽമേട്ട. അസിൽമേട്ടയിലാണ് നിറയെ ജുവലറി ഷോപ്പുകളുള്ളത്. പ്രമുഖ ജുവലറി ഷോപ്പുകൾ എല്ലാം തന്നെ ഇവിടെയുണ്ട്. കല്യാൺ ജുവലറി, ഭീമ ജുവലറി, ജോയി ആലുക്കാസ്, മലബാർ ഗോൾഡ്, CMR ഷോപ്പിംഗ് മാൾ, ജോയി ആലുക്കാസ്, MBB ഷോപ്പിംഗ് മാൾ, അങ്ങനെ തുടങ്ങി എല്ലാ ജുവലറികളും ഷോപ്പിംഗ് മാളുകളെല്ലാം ഇവിടെ അടുത്തടുത്തായി ഉണ്ട്. വിശാഖപട്ടണത്തെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ സമ്പത്ത് വിനായക ടെമ്പിൾ. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതും ഇവിടെയാണ്. ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റോഡ് എപ്പോഴും നല്ല തിരക്കായിരിക്കും. അസിൽമേട്ടയിൽ നിന്നും ദൊണ്ടപ്പർത്തിയിലേക്കുള്ള ഫ്ലൈ ഓവറിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ദ തെലുഗു തല്ലി ഫ്ലൈ ഓവർ എന്നാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ പേര്. അസിൽമേട്ട ഫ്ലൈ ഓവർ എന്നും പറയാറുണ്ട്. 2013 ഒക്ടോബർ 9 ഈ ഫ്ലൈ ഓവർ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഫ്ലൈ ഓവർ ഇറങ്ങി നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്കാണ്. ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ, വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ. ആന്ധ്രയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ റെയിൽവേ സ്റ്റേഷനാണിത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെയും ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സ്ഥിരമായി നാട്ടിൽ പോകാറുള്ളത് ദുവാഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ദുവാഡ സ്റ്റേഷനിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നാട്ടിലേക്കുള്ള ട്രെയിനുകൾക്ക് ഇപ്പോൾ ദുവാഡ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വലിയൊരു നേട്ടം തന്നെയാണ്. വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചാവൽമാടം പോർട്ട് റോഡ് വഴിയാണ്. ഇനിയുള്ള നമ്മുടെ യാത്ര രാജ്യരക്ഷാ മന്ത്രാലയത്തിൻ്റെ സ്ഥാപനങ്ങളുടെ മുന്നിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ പോർട്ടിൻ്റെ ഫ്ലൈ ഓവറിലേക്കാണ് പോകുന്നത്. ഇതാണ് ഫ്ലൈ ഓവർ. അങ്ങ് ദൂരെയായി SR എന്ന ഫാക്ടറി നമുക്ക് കാണാം. SR വൈജാഗ് ടെർമിനൽസ് ലിമിറ്റഡ്. ഈ ഫാക്ടറിയിലെ വർക്ക് എന്ന് പറയുന്നത് പോർട്ടിൽ വരുന്ന ഷിപ്പിൽ നിന്നും അയൺ ഓർ കൺവെയർ ബെൽറ്റ് വഴി SR പ്ലാന്റിലേക്ക് എത്തിക്കുന്നു. ഈ പ്ലാന്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ അയൺ ഓറിനെ സ്റ്റീൽ ബോളുകളാക്കുക എന്നതാണ് ഈ ഫാക്ടറിയുടെ പ്രധാന വർക്ക്. അതായത് ഈ SRൻ്റെ തന്നെ സ്റ്റീൽ പ്ലാന്റിൻ്റെ ആവശ്യത്തിനായ അയൺ ഓറിനെ പിഗ് അയൺ ബാൾ രൂപത്തിലാക്കുന്നു. ആ കാണുന്നതാണ് SR എന്ന ഫാക്ടറി. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഈ റോഡ് വഴി നമ്മൾ ഗാജിവാക്കയിലേക്കാണ് പോകുന്നത്. ഗാജിവാക്കയിലെത്തുമ്പോൾ, അതായത് ഓൾഡ് ഗാജിവാക്കയിലെത്തുമ്പോൾ നമ്മൾ NH16 കയറും. നമ്മളിപ്പോൾ SR ഫാക്ടറിയുടെ മുന്നിലേക്ക് എത്തി. വളരെ വലിയൊരു ഫാക്ടറിയാണിത്. വിശാലമായിട്ട് പരന്നു കിടക്കുകയാണ്. ഫ്ലൈ ഓവർ കഴിഞ്ഞ് നമ്മളിനി പോകുന്നത് SBCയുടെ മുന്നിലൂടെയാണ്. SBCയുടെ മുന്നിലൂടെ ഒരു ബ്രിഡ്ജ് കടന്നു പോകുന്നുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ ബ്രിഡ്ജാണ്. അതിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ കാണുന്നതാണ് SBC. SBC എന്നാൽ സബ്മറൈൻ ബിൽഡിംഗ് സെൻറ്റർ, ന്യൂക്ലിയർ സബ്മറൈൻ മാനുഫാക്ചറിങ് സെൻറ്റർ. ന്യൂക്ലിയർ സബ്മറൈനൊക്കെ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോൾ ഈ SBCയുടെ മെയിൻ ഗേറ്റ് വരും. കൃഷ്ണ ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ ബ്രിഡ്ജ് കടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് കൃഷ്ണ ഗേറ്റിലേക്കാണ്. നമ്മൾ ആ ബ്രിഡ്ജ് കടന്ന് നമുക്കിനി ആ ഗേറ്റ് കാണാം. ഇവിടെയാണ് കൃഷ്ണ ഗേറ്റ്. ആ കാണുന്നതാണ് കൃഷ്ണ ഗേറ്റ്. കൃഷ്ണ ഗേറ്റ് കടന്ന് നമ്മൾ ചെല്ലുന്നത് ഈസ്റ്റേൺ നേവൽ കമാൻഡിലെ ഇന്ത്യൻ നേവിയുടെ ഷിപ്പ് റിപ്പയർ യാർഡായ നേവൽ ഡോക്യാർഡ് വിശാഖപട്ടണത്തിൻ്റെ പ്രധാന ഗേറ്റായ വിജയനഗർ ഗേറ്റിലേക്കാണ്. ഇവിടെയെല്ലാം രാജ്യരക്ഷാ മന്ത്രാലയത്തിൻ്റെ സ്ഥാപനങ്ങളാണ്. നമ്മൾ നേവൽ ഡോക്യാർഡിൻ്റെ വിജയനഗർ ഗേറ്റിലേക്ക് എത്തിച്ചേരാൻ പോകുകയാണ്. ആ കാണുന്നതാണ്
വിജയനഗർ ഗേറ്റ്. അവിടെ ഒരു വലിയ ബോർഡ് കാണാൻ, നേവൽ ഡോക്യാർഡ് വിശാഖപട്ടണം. ഹർ കാം ദേശ് കെ നാം എന്ന് ഇവിടെ ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. വിജയനഗർ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ കാണാൻ പോകുന്നത് കാക്കാത്തിയ ഗേറ്റാണ്. വിജയനഗർ ഗേറ്റിനടുത്ത് ഡോക്യാർഡിന് ഉൾവശത്തായിട്ടൊരു കൂറ്റൻ ഫ്ലാഗ് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനായിട്ട് ഞാൻ വീഡിയോ കുറച്ചൊന്ന് സ്പീഡപ്പ് ചെയ്യുകയാണ്. അതിവിസ്തൃതിയിൽ പരന്ന് കിടക്കുകയാണ് നേവിയുടെ അണ്ടറിലുള്ള ഈ നേവൽ ഡോക്യാർഡ്. നേവൽ ഡോക്യാർഡിലേക്കും ഇന്ത്യൻ നേവൽ ഷിപ്പിലേക്കും ആവശ്യമായ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനുമുള്ള പ്രധാന ഗേറ്റാണ് ഈ കാക്കാത്തിയ ഗേറ്റ്. അവിടെയായി കാണുന്നതാണ് കാക്കാത്തിയ ഗേറ്റ്. ദാണ്ട് നമ്മൾ കാക്കാത്തിയ ഗേറ്റിലേക്ക് എത്തിച്ചേർന്നു. കാക്കാത്തിയ ഗേറ്റ് കടന്നിട്ട് നമ്മൾ ചെല്ലുന്നത് സാമുദ്രികയിലേക്കാണ്. സാമുദ്രിക എന്ന് പറയുന്നത് നേവിയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ തിയേറ്റർ ഓഡിറ്റോറിയമാണ്. സാമുദ്രിക കടന്ന് നമ്മൾ പോകുന്നത് INS ശതവാഹനയിലേക്കാണ്. സദേൺ നേവൽ കമാൻഡിൻ്റെ അധീനതയിലുള്ള ഇന്ത്യൻ നേവിയുടെ സബ്മറൈൻ ട്രെയിനിങ് സെൻ്ററാണ് ഈ INS ശതവാഹന. ഇവിടെ അടുത്തായി INS ശതവാഹനയുടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. അത് കടന്ന് നമ്മൾ പോകുന്നത് ചാലൂക്യ ഗേറ്റിലേക്കാണ്. ചാലൂക്യ ഗേറ്റിനെ പൈപ്പ് ലൈൻ ഗേറ്റ് എന്നും അറിയപ്പെടുന്നു. ഇവിടെയാണ് ചാലൂക്യ ഗേറ്റ്. നേവൽ ഡോക്യാർഡിലേക്കുള്ള മറ്റൊരു കവാടമാണിത്. അവിടെ റോഡിന് കുറുകെ പൈപ്പ് ലൈൻ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പൈപ്പ് ലൈൻ ഗേറ്റ് എന്നും കൂടി പറയുന്നത്. ഇതാണ് പൈപ്പ് ലൈൻ. പൈപ്പ് ലൈൻ കടന്ന് നമ്മൾ പോകുന്നത് ഈസ്റ്റേൺ നേവൽ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സായ INS സർക്കാരിലേക്കാണ്. INS സർക്കാർ സ്ഥിതി ചെയ്യുന്നത് നേവൽ ബേസിനുള്ളിലാണ്. INS സർക്കാരിന് 2-3 ഗേറ്റുണ്ട്. ഇനി നാം കാണാൻ പോകുന്നത് മറ്റൊരു ഗേറ്റാണ്. അവിടെയായിട്ട് മറ്റൊരു ഗേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് മറ്റൊരു ഗേറ്റ്. ഈ ഗേറ്റ് കടന്ന് നമ്മൾ പോകുന്നത് INCS കോംപ്ലക്സിലേക്കാണ്. ഡിഫൻസ് പേഴ്സൺസിനും വിമുക്ത ഭടന്മാർക്കും ആവശ്യമായ സാധന സാമഗ്രികൾ A to Z ഈ ക്യാൻറ്റീനിൽ ലഭ്യമാണ്. അടുത്തതായി നാം കാണാൻ പോകുന്നത് നേവൽ ഓഫീസേഴ്സിൻ്റെ ക്വാർട്ടേഴ്സാണ്. നേവൽ പാർക്ക്, അംസാരി പാർക്ക്, റോഡിന് ഇരുവശവുമാണ് ഈ ക്വാർട്ടേഴ്സ് ഉള്ളത്. ഇത് അംസാരി പാർക്ക്. നേരത്തെ കണ്ടത് നേവൽ പാർക്ക്. നേവൽ പാർക്കിന് എതിർവശമാണ് അംസാരി പാർക്ക്. ആ കാണുന്നതാണ് സിന്ധ്യ ജംഗ്ഷൻ. ഇവിടെയാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ്. കുറച്ച് ഉള്ളിലേക്ക് പോകണം. നമ്മൾ ഷിപ്പ്യാർഡിലേക്ക് പോകുന്നില്ല, വളവ് തിരിഞ്ഞ് നേരെ ഗാജിയോക്കയിലേക്കാണ് പോകുന്നത്. അടുത്തതായി നാം കാണാൻ പോകുന്നത് നൗസാന ബാഗാണ്. ഇവിടെ നേവി സെയിലേഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. നൗസാന ബാഗിനടുത്ത് കേന്ദ്രീയ വിദ്യാലയമുണ്ട്, അതായത് സെൻട്രൽ സ്കൂള്. അതിനടുത്തായിട്ട് കല്യാണി ഹോസ്പിറ്റലുണ്ട്. നേവിയുടെ തന്നെയാണ് കല്യാണി ഹോസ്പിറ്റൽ. ഇവിടെയാണ് നൗസാന ബാഗ്. സെയിലേഴ്സിൻ്റെ ക്വാർട്ടേഴ്സാണ് ഇവിടെ.
നമ്മൾ ഓൾഡ് ഗാജിയോക്കയിലേക്ക് എത്തിച്ചേർന്നു. ഇതുവഴിയാണ് NH16 കടന്നു പോകുന്നത്. നാഷണൽ ഹൈവേ 16ലേക്കാണ് നമ്മൾ പോകുന്നത്. NH16 എന്ന് പറയുന്നത് ചെന്നൈ ടു കൊൽക്കത്ത റോഡാണ്. ഞങ്ങൾ താമസിക്കുന്ന വിശ്വേശ്വരായ നഗർ ഹൗസിംഗ് കോളനിയിലേക്ക് എത്തിച്ചേർന്നു. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.